ആ TV റിമോട്ടിൽ മാറ്റി നിൽക്കുന്ന ഇത് ചെയ്യാനല്ലേ വന്നത്. മാറ്റി വെക്കടാ, നോക്കോ. ഒന്നും തൊടരുത്, സാധനം തൊടരുന്നതല്ല. ഇന്നത്തെ വീട് നീയാ ചെയ്യണ്ടേ. നാളെ വീട് കൈയൊക്കെ എടുത്ത് മാറ്റങ്ങട്. നിന്റെ ആരെങ്കിലും വന്നിരിക്കുന്നു അവിടെ. കൈയെടുക്ക്. 2, 3. ഹായ് ഗായ്സ്. നാണം കഴിഞ്ഞു. നമുക്ക് ഷൂട്ട് ചെയ്താലോ? വലിയ ഉപകാരം. ഹായ് ഗായ്സ്. അപ്പം ഞങ്ങൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. കഴിഞ്ഞ വീഡിയോ Q&A തന്നെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയും എന്തിനാ ഈ തുറച്ചു നോക്കുന്നേ? പുതിയ കുറേ ഫാമിലി മെമ്പേഴ്സ് വന്നതുകൊണ്ടും വീണ്ടും കമൻസ് വന്നതുകൊണ്ടും ഞങ്ങൾ വിചാരിച്ചാൽ പിന്നെ ഒരു ചിറ്റ് ചാറ്റ് പോലെ ചെയ്യാമെന്ന്. ഇതിപ്പം ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം, നീ ആൻസർ ചെയ്തോ? എനിക്ക് എന്നോട് ചോദിച്ചാൽ ഞാൻ ആൻസർ പറയാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലോങ് വീഡിയോ ചെയ്ത സമയത്ത് 20K സബ്സ്ക്രൈബേഴ്സ് ആയിരുന്ന നമ്മുടെ ഫാമിലി ഇപ്പോൾ 70K ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ എല്ലാവരും ചാനൽ തുടങ്ങുമ്പോഴത്തേനും കുറേ സബ്സ്ക്രൈബേഴ്സ് ആവുന്നൊക്കെ സ്വപ്നം കാണുമല്ലോ. ആ കൂട്ടത്തിൽ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും റിയൽ ലൈഫിൽ അങ്ങനെ ആവുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. എടാ എന്തുവാണ് നീ എന്തെങ്കിലും തലയാട്ടുന്നേ? അടങ്ങിയിരുന്ന നിവേദ്യ 10N9Y. ഞാൻ പേരൊക്കെ വായിക്കുന്നത് ഭൂലോക മണ്ടത്തരായിരിക്കും, സോറി. ഫുൾ നെയിം എന്താ നിന്റെ ഫുൾ നെയിം? ദേവനന്ദൻ. ഒന്ന് ഉറച്ചു പറയൂ, ഞാനാ മൈക്ക് വെച്ചിരുന്നേ. ദേവനന്ദൻ. ശബ്ദം കേട്ടില്ലേ? ഇതാണ് നിക് നെയിമാണ് നന്ദു എന്നുള്ളത്. ഞങ്ങളെല്ലാവരും നന്ദു എന്ന് ഇതിനെ വീട്ടിൽ വിളിക്കുക. സ്കൂളിൽ ദേവനന്ദൻ VA, അവനേക്കാളും വലിയ പേര്. എന്തോ ഈ കൂട്ടുന്നു? എൻ്റെ പേര് ദേവിക. ദേവിക VI. അതെന്തോ നീ ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഞങ്ങൾ എന്തുകൊണ്ട് ലോങ് വീഡിയോ ചെയ്യുന്നില്ല എന്ന്. ഏതെങ്കിലും ഡബ് സ്മാഷൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അലമ്പൊന്നും പുറത്ത് കാണത്തില്ല. ഞങ്ങളൊരു പരിധി വരെയൊക്കെ പിടിച്ചു നിൽക്കും. പക്ഷേ ഇമാതിരി വീഡിയോസ് ചെയ്യുമ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോകാറുണ്ട്. ബിൻസി H ചോദിച്ചിട്ടുണ്ട്, പ്ലേസ് എവിടാ? നമ്മുടെ പ്ലേസ് എവിടാ പറ. TVM ട്രിവാൻഡ്രം വഴുതക്കാട് ആ ഒരു ഏരിയ. നീ ഏത് ക്ലാസ്സിലാ പറയും? എടാ ഇങ്ങനെ 6 ഇന്റർവ്യൂ ചോദിക്കുന്നത്. എത്ര വയസ്സായി? 6 വയസ്സാണെന്നോ നിനക്ക്? 12. ഇതിന് 12 വയസ്സായി, എനിക്ക് 18 വയസ്സായി. ഞാൻ +2 കഴിഞ്ഞു. ഇപ്പോൾ 1 ഇയർ ഒരു ഡ്രോപ്പ് പോലെ നോക്കുകയാണ്. എന്താണെന്ന് എനിക്ക് തന്നെ വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ +2 കഴിഞ്ഞു. ഈവൻ ഇപ്പം 6th സ്റ്റാൻഡേർഡിലാണ്. 12 വയസ്സായി. നൈറ്റ് ഓൾ ആണോ ഏർലി ബേർഡ് ആണോ എന്ന് വെച്ചാൽ നിനക്ക് രാത്രി കുറേ നേരം ഇരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ രാത്രി എന്തെങ്കിലും ഇപ്പം പഠിക്കാനായിട്ടോ എന്തിനെങ്കിലും രാത്രിയാണോ കുറേ ടൈം ഇരിക്കാൻ പറ്റുന്നത്? ഇല്ല നേരത്തെ രാവിലെ എഴുന്നേറ്റിട്ടാണോ നീ ഇരിക്കുന്നത്? ഇത്ര ആലോചിക്കാനൊക്കെ ഉണ്ടോ? എടാ നീ ഒരു കാര്യം ചെയ്യാനായിട്ട് നീ രാത്രിയാണോ ഇരിക്കുന്നത്? രാത്രി. ഇതെന്താ ഇത്ര പറയാനോ? ഉണ്ടാക്കാനോ? രാവിലെ സ്കൂളിൽ കൊണ്ടുപോയി ഉദ്ദേശിച്ചത് ഇവൻ ഈ പ്രോജക്റ്റൊക്കെ ഉള്ള സമയത്ത് ഇവൻ രാത്രിയാണ് ഇരിക്കാറ്. അതാണ് കുട്ടി ഉദ്ദേശിച്ചത്. ഓക്കെ. അമ്മയെ ചോദിച്ചിട്ടുണ്ട്, ബ്ലാക്ക് പിങ്ക് ഓർ BTS? എനിക്ക് ഇഷ്ടമല്ലെന്നല്ല, എനിക്കങ്ങനെ ഹേറ്റൊന്നും ഇല്ല. പക്ഷെ രണ്ടും അങ്ങനെ ഫാനൊന്നുമില്ല. ഇവൻ്റെ ശബ്ദം കേൾക്കണമെന്ന് പറഞ്ഞവർക്ക് അതേ സമാധാനമായി കാണുമല്ലോ. ചന്ദ്രൻ ആചാര്യ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, ഫേവറേറ്റ് കളർ ഏതാ? ഡൗട്ടോ. ഫേവറേറ്റ് ബ്ലാക്കും റെഡ്. ഓക്കെ. എൻ്റെ ബ്ലാക്ക്. ചേച്ചി തല്ലുകൂടാറുണ്ടോ പറ? നഖം വളർത്തി വെച്ചിട്ട് ഞാൻ മിണ്ടായിരിക്കും എൻ്റെ അടുത്ത് വന്ന് അടി വീടും, ഞാൻ അങ്ങോട്ട് കൊടുക്കും. അപ്പം ആ നഖം വെച്ച് എന്നെ കീറും. നെക്സ്റ്റ്
കള്ളം, ഇതൊന്നും ഉള്ള കാര്യമല്ല. അനീത കെ ചോദിച്ചിട്ടുണ്ട് ഹൈറ്റും വെയിറ്റും. നിന്റെ വെയിറ്റ് എത്ര? 28 ഇതെന്നെ പ്രമാദാ, ഇതിവിടെ പെസലൈറ്റ് ഒന്ന് ഇരിക്കേ അല്ലേ? അല്ല 26.5. 26 ഉള്ളൂ. എപ്പോൾ നോക്കി? 5 കിലോ കൂടുതലാകുമ്പം 26.5. 26.5 ആണ് വെയിറ്റ് എന്നൊക്കെ പറയുന്നത്. എനിക്കറിയത്തില്ല. ഹൈറ്റ് ഒരു 155 സെന്റിമീറ്റർ എന്തെങ്കിലും ആയിരിക്കും. 167. നീയോ? എനിക്ക് പോടാ. കുറച്ച് സെന്റിമീറ്റർ മീറ്ററാ. സൈറ സെറീന ചോദിച്ചിട്ടുണ്ട് എയിം എന്താ? എയിം ഒന്നും ഇല്ലേ? എനിക്ക് എൻ്റെ എയിം അതല്ലേ ചോദിച്ചത്. നിന്റെ എയിമാ ചോദിച്ചേ. ലേഡീസ് ഫസ്റ്റ്, നീ പറ. അതുപോലും മനസ്സിലായി. എയിം എന്താ? രാവിലെ എഴുന്നേക്കുക, പാലോ ടോക്കിലുണ്ട് എയിം വയ്ക്കാൻ പറ്റും. ഇതാണ് ഞാനിങ്ങനെ ഒരു ലോങ് വീഡിയോക്ക് കൂട്ടാത്തത്. ചളിന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. ഈ ചളി കേട്ടിട്ടാണ് ഞാൻ റീലെടുക്കാൻ വേണ്ടി ചിരിച്ചു കൊടുക്കും. എന്താ നോക്കൊക്കെ നാണം വരുന്നത്. അവന് എയിമൊന്നുമില്ല. അവന് രാവിലെ എഴുന്നേക്കുക, ചായ പാലൊക്കെ കുടിക്കുക, സ്കൂളിലേക്ക് പോവുക, തിരിച്ചു വന്നിട്ട് ചേച്ചീനെ എങ്ങനെ ചൊറിയാം, ചേച്ചിക്ക് എങ്ങനെ പാര വയ്ക്കാം, ചേച്ചീനെ എങ്ങനെ 10 പറയാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുക. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആലോചിക്കുക. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ചളി അടിക്കുക. ഇതൊക്കെ തന്നെ. അവന് പ്രത്യേകിച്ച് എയിമും കാര്യങ്ങളൊന്നും ഇല്ല. ഇതുവരെ വന്നിട്ടില്ല എൻ്റെ അറിവിൽ. ഓക്കെ. രഞ്ജു MR, ധന്യ സുരേഷ് 2 അക്കൗണ്ടിൽ നിന്നും സെയിം ക്വസ്റ്റ്യനാണ് ചോദിച്ചാൽ ഇപ്പം എന്താ ചെയ്യുന്നതെന്ന്. ഇവനിപ്പോൾ പഠിക്കുക 6th. ഞാനിപ്പം +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് എനിക്ക് പെട്ടെന്ന് എടുത്തു പിടിച്ച് എൻട്രൻസ് ഇനി ഒന്നും മിണ്ടാണ്ടിരിക്കും. ബാക്കിയൊക്കെ വായിക്കണം. എടുത്തു പിടിച്ച് എൻട്രൻസ് നോക്കി പോകാനായിട്ട് വയ്യാത്തത് കൊണ്ട് ഞാനിങ്ങനെ, അതായത് 1 വർഷം ഒന്ന് സമാധാനമായിട്ട് പതിയെ പഠിച്ചിട്ട് എഴുതാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ പരിപാടി. ശുഭ സരസ്വതി ചോദിച്ചിട്ടുണ്ട് റീസൺ, അതായത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിനുള്ള റീസൺ എന്താന്ന്. പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ല. എന്ത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിനുള്ള റീസൺ? ടിക്ടോക്ക് ബാൻ ആയതുകൊണ്ട് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് സംസാരിക്കണം, എനിക്ക് എങ്ങനെയാണെങ്കിലും സംസാരിക്കാം. യൂട്യൂബർ ആയതിനു ശേഷം വന്നിട്ടുള്ള ചേഞ്ചസ്, യൂട്യൂബർ ആയതിനു ശേഷം അങ്ങനെ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ നീ ഇത്തിരി സമാധാനം തരും. എനിക്ക് ആദ്യമൊക്കെ ഇങ്ങനെ ആരോടും എന്തേലും എന്നിങ്ങനെ എനിക്ക് അറിയാത്ത ആരെങ്കിലും എന്നെ എന്തെങ്കിലും പറയുമ്പോഴത്തേനും പെട്ടെന്ന് എനിക്ക് ഹേർട്ടാവുമായിരുന്നു. എനിക്കിഷ്ടമുള്ള ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇപ്പോഴും എനിക്ക് പെട്ടെന്ന് കരച്ചിലൊക്കെ വരാറുണ്ട്. പക്ഷെ ഹേറ്റേഴ്സിനെയൊക്കെ കുറേയൊക്കെ മാനേജ് ചെയ്യാൻ പഠിച്ചു. ഓക്കെ, നമുക്ക് എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്ത് ജീവിക്കാനൊന്നും പറ്റത്തില്ല. കുറേ പേരൊക്കെ എന്തായാലും എന്തെങ്കിലുമൊക്കെ പറയും, അതങ്ങനെയാണ്. അതൊക്കെയാണ് യൂട്യൂബർ ആയതിനു ശേഷം പഠിച്ചത്. അല്ലാണ്ട് വലിയതായിട്ടൊന്നും പഠിച്ചില്ല. മനോജ് PK ചോദിച്ചിട്ടുണ്ട് അനിയൻ ശല്യമാണ്. തിരിച്ച് ചുമ്മാതാ. ഇവന് ഞാനൊരു ശല്യം ഉണ്ടാക്കാറില്ല. അനിയൻ ശല്യമാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ അടി ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അതിന് ശല്യമൊന്നുമില്ല. ശല്യം ഇല്ലെന്നൊക്കെ പറയാം. ചേച്ചിയുടെ കൂടെ വീഡിയോ ചെയ്യാൻ നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പറ. എടാ, എൻ്റെ കൂടെ റീൽസ് എടുക്കാൻ അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യാൻ നിനക്ക് ഇഷ്ടമാണോ? ആണ്. അതെ, ഞാൻ കുട്ടീനെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെ നിർബന്ധിച്ച് നീ വന്നേ പറ്റുള്ളൂ എന്നൊന്നും. മേടിച്ചു കൊടുക്കാന്നൊക്കെ പറയും, മേടിച്ചല്ലെന്നുള്ളൂ. കാര്യം മനസ്സിലായല്ലോ. ഇനി ഏഞ്ചൽ വ്ലോഗ്സ് ചോദിച്ചിട്ടുണ്ട് ഫേവറേറ്റ് യൂട്യൂബർ. നിന്റെ ഫേവറേറ്റ് യൂട്യൂബർ ആരാ? ഇപ്പോൾ പറയും ഗെയിമിംഗ് ചാനൽ. ഞാൻ പറഞ്ഞു തരാം. ഞാനിവിടെ ഡെയിലി കാണുന്ന ഗെയിമിംഗ് ചാനല് ഞാൻ ഗെയിം തെറാപ്പിസ്റ്റ്, ന്യൂബ് മാസ്റ്റർ. എനിക്കത്ര അറിയുള്ളൂ. മൈൻക്രാഫ്റ്റിൻ്റെ കുറേ ചാനൽ, എപ്പോഴും മൈൻക്രാഫ്റ്റ്. എനിക്ക് തന്നെ ഇങ്ങനെ 10 മിനിറ്റ് കൂടുതൽ കണ്ടിരിക്കുന്നത് എന്തോ പോലെ തോന്നും. നവ്യ
വിശ്വ അശോക്, അൻഷിമ 3 പേരും ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ്. കോസ്മോപൊളിറ്റൻ, എനിക്ക് അറിഞ്ഞൂടാ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന്. സബ്സ്ക്രൈബർ യു വാണ്ട് നോ മോർ യു, എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോട്ട് ചെയ്യുന്ന കുറച്ച് കമൻറ്റ്സ് ഉണ്ടാവും. അതിലൊരു കമൻറ്റ്സ് ഈ അക്കൗണ്ടിൽ നിന്നായിരിക്കും. എന്ന് വെച്ചാൽ ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു എന്ന് മനസ്സിലാവുന്ന രീതിക്കായിരിക്കും ആ കമൻറ്റ്. രജനി ചന്ദ്രൻ ചോദിച്ചിട്ടുണ്ട് നമ്മൾ തമ്മിൽ എത്ര വയസ്സിന് ഡിഫറൻസ് ഉണ്ടെന്ന്. എനിക്ക് വാ തുറന്ന് പറഞ്ഞു അതങ്ങ് പറഞ്ഞാൽ പോരെ, എന്തിനാ ഇതൊക്കെ കാണിക്കുന്നത്? പിന്നെ ഏത് വീഡിയോയുടെ താഴെയായാലും എഡിറ്റിംഗ് ആപ്പ് ഏതാ, എഡിറ്റിംഗ് ആപ്പ് ഏതാ, എഡിറ്റിംഗ് ആപ്പ് ഏതാ ചോദിക്കുന്നുണ്ട്. ഞാൻ കുറേ പേർക്കൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു. വിവോ Y71 അതാണ് ഫോൺ. എഡിറ്റിംഗ് ആപ്പ് CapCut. അപ്പോൾ കുറേ കമൻറ്റ്സ് ഞാൻ റിപ്ലൈ കൊടുത്തു. പക്ഷേ ഞാൻ കാണുവാണെങ്കിൽ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷേ എന്നാലും വീണ്ടും എഡിറ്റിംഗ് ആപ്പ് ഏതാന്ന് ഡെയിലി ചോദിക്കാറുണ്ട്. CapCut എഡിറ്റിംഗ് ആപ്പ് കേട്ടോ. നന്ദിത നവന്യ, നിന്റെ സ്കൂൾ ഏതാ? SSD ശിശുവിഹാർ. എന്നോടല്ല, ക്യാമറ നോക്കി പറ. SSD ശിശുവിഹാർ. ജസീന ചോദിച്ചിട്ടുണ്ട് ലൈഫിൽ സാഡ് ആക്കിയ ഒരു റിലേഷൻ ഏതാണ്? നിനക്ക് അങ്ങനെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഏതെങ്കിലും ഫ്രണ്ട്ഷിപ്പോ എന്തെങ്കിലും നിനക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ വേണ്ടായിരുന്നു, കാണണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയ? അങ്ങനെയൊന്നുമില്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ലൈഫിൽ വരുന്നത് ഒന്നിൽ കൂടെ നിൽക്കാനായിരിക്കും, അല്ലെങ്കിൽ ഒരു പാഠം പഠിപ്പിക്കാനായിരിക്കും. അത് രണ്ടിലേതെങ്കിലും ഒന്ന് എന്തായാലും നടക്കും. ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് എന്താണെന്ന് അഞ്ജന ചോദിച്ചിട്ടുണ്ട്. പറ, ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് എന്താണെന്ന് പറ. അങ്ങോട്ട് നിന്റെ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ടിരുന്ന ഒരു മൊമെൻ്റ് ഏതാ? ഒരു വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ. അറിഞ്ഞൂടാ. എടാ, നിനക്ക് ലൈഫിൽ ഹാപ്പി ആയിട്ട് ഒന്നും നടന്നിട്ടില്ലേ? കുറെ ഉണ്ട്. എന്തെങ്കിലും ഒരു 2-3 പറ. ലൈഫിൽ ഇന്ന കാര്യം എനിക്ക് മറക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ. ബർത്ത്ഡേ, ഈ കഴിഞ്ഞ ബർത്ത്ഡേ. വേറെ സ്കൂളിൽ വെച്ച് ഞാൻ ടൂർ പോയപ്പോൾ. സ്കൂൾ ടൂർ, ഓക്കെ. അതൊക്കെയാണ് അവന് കുറച്ച് ഹാപ്പി ആക്കുന്ന കുറച്ച് മൊമെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ നിന്നോടാണ്. ചേച്ചിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ നന്ദുവിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും? എടാ, നീ മനുഷ്യനാണോ? നിനക്ക് വികാരം വിചാരം എന്തെങ്കിലും ഉണ്ടോ? നിനക്ക് പ്രശ്നമുണ്ടോ? ഇല്ല, പ്രശ്നമില്ല. അവന് പ്രശ്നമൊന്നുമില്ല. അവന് വേറെ അങ്ങനെ വികാരവും വിചാരവും ഒന്നും ഇല്ല. ഫിദ ഷാഹിർ ചോദിച്ചിട്ടുണ്ട് വീഡിയോ ട്രൈപോഡിൽ വെച്ചാണോ എടുക്കുന്നതെന്ന്. ഇപ്പോൾ ഈ ട്രൈപോഡിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രൈപോഡിൽ ഇനി കെട്ടി വെക്കാനായിട്ട് ഒരു സ്ഥലമില്ല. അതാണ് സത്യം. ഒരു സ്ഥലമില്ല. അത് തല മുതൽ അതിൻ്റെ ആ നിലം തൊടുന്ന ഭാഗം വരെ മുഴുവൻ കെട്ടി വെച്ചേക്കും. എന്തിനാ അത് കംപ്ലീറ്റ് കെട്ടി വെച്ചേക്കാം. അപ്പോൾ പുതിയത് ഒരെണ്ണം മേടിക്കുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും ഇതിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. ഇപ്പൊ ട്രൈപോഡിലാണ് വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ നോർമൽ റീൽസ് എടുക്കുന്നതും ട്രൈപോഡിലാണ്. അബൂബക്കർ എന്നുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് യുവർ അച്ചീവ്മെന്റ്? ആർ യു ഹാപ്പി? ഐ എം അഡിക്റ്റഡ് ടു യുവർ വീഡിയോസ്. യു ടു ആർ സോ ക്യൂട്ട്. ലവ് യു. അച്ചീവ്മെന്റ് അത് സത്യം പറയാമല്ലോ, ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല നമുക്കിങ്ങനെ 70K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ഫാമിലി ആവുമെന്നോ ഒന്നും, അല്ലെങ്കിൽ ഈ ചാനൽ ആരെങ്കിലും അറിയുന്ന പോലും ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. സ്വപ്നം കാണാറുണ്ട്, പ്രതീക്ഷിച്ചില്ല. സ്വപ്നം കാണാറുണ്ട്, അല്ല സ്വപ്നം കാണാറുണ്ട്. ആഗ്രഹിക്കാൻ നമ്മൾ പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലല്ലോ. പക്ഷെ പ്രതീക്ഷിച്ചില്ല. കിട്ടുമെന്ന് നമ്മളിങ്ങനെ ഹോപ്പ് ചെയ്തിരിക്കില്ലല്ലോ. പിന്നെ 100K വേഗം ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷസ് ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു അച്ചീവ്മെൻറ്റ് സെറ്റാക്കാൻ പറ്റുള്ളൂ. ഗംഗാ മോഹൻ ചോദിച്ചിട്ടുണ്ട് നിന്നോട് ചേച്ചീനെ ഇഷ്ടമാണോ? ഇത്ര സ്നേഹമുള്ള ചേച്ചിയെ കിട്ടിയതിൽ സന്തോഷമുണ്ട്. ഇഷ്ടമാണോന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്. ഇത്ര വാഴയായ ചേച്ചിനെ കിട്ടിയത് എനിക്ക് കുഴപ്പമില്ല. സഹിച്ച് ഇനി ആദ്യം എന്താ ചെയ്യേണ്ടതെന്നറിയോ? കുഞ്ഞില്ലാണ്ട് സംസാരിക്കണം, മനസ്സിലായോ? ഈ അത്തള പിത്തളൊന്നും പറയരുത്. ഓക്കെ, ആദ്യം നീ പറഞ്ഞ കാര്യം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പറ. എനിക്കിഷ്ടമാണ്. ഇത്രയും വാഴയായ ചേച്ചി കിട്ടിയത് എനിക്ക് കുഴപ്പമില്ല. സഹിച്ച്. എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായി? ഇതാണ് ഇവന്റെ പ്രശ്നം. ഇവൻ എന്താ പറയുന്നത് അവന് പോലും
മനസ്സിലായ? അവന് പോലും ചെറുപ്പം മനസ്സിലാവാറില്ല അവൻ എന്തോ പറയുന്നത്. മനസ്സിലായി. ദേവു ശിവ ചോദിച്ചിട്ടുണ്ട്, മൂവിയിൽ ആക്ട് ചെയ്യാൻ എന്റെ പേര് മൂവിയിൽ ആക്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ? എടാ നിന്നോടാ ചോദിച്ചേ, ഞാൻ പറഞ്ഞോളാം. ഇല്ല, എനിക്ക് താല്പര്യം. നീ പറയുന്ന കേട്ടോ ഇപ്പൊ അങ്ങനെ വിളിക്കുന്നു. എന്ന് വെച്ചാ ഞങ്ങക്ക് ഇങ്ങനെ നിൽക്കാനാണ് താല്പര്യം. ഞങ്ങള് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ആയതുകൊണ്ട്, കംഫർട്ടബിൾ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അഭിനയിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇൻട്രോവേർട്സ് ആണ്. അതുകൊണ്ട് അങ്ങനത്തെ മൂവി അങ്ങനെയൊന്നും ആലോചിക്കാൻ കൂടെ വയ്യ. ഹസ്ന HA ചോദിച്ചിട്ടുണ്ട്, ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആരാ? ഓഗി. ഓഗിയും ടോം ആൻഡ് ജെറിയാണോ ഇഷ്ടം? എനിക്ക് ഞാൻ പറയാം, എനിക്ക് ദോസ് പടാ ദോസ് ഇഷ്ടമാണ്. അതിലുള്ള എല്ലാവരും ഇഷ്ടമാണ്. മസുപിലാമി ഇഷ്ടമാണ്, മായക്കണ്ണന് ഇഷ്ടമാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ ആളാണ്. പിന്നെ ചോട്ടാ ഭീമിന് ഇഷ്ടമായിരുന്നു, പക്ഷെ ചുട്കെ തേച്ചതോടെ എനിക്ക് അങ്ങോട്ട് താല്പര്യമില്ല. ഞങ്ങളുടെ രണ്ടുപേരും വോയിസ് ഒരുപോലെ ഉണ്ടെന്ന് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ പേരെന്താ പറഞ്ഞു കൊടുക്കും? അമ്മയുടെ പേര് ഇന്ദു. വിനോദ്. അച്ഛൻ്റെ പേര് വിനോദ്. എന്തോ എനിക്ക് പേര് വായിക്കാൻ പറ്റാത്തൊരു അക്കൗണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. മറക്കാത്ത ഒരു ഇൻസിഡന്റ്. കയ്യ മുഖത്തുനിന്ന് എടുക്കാൻ പറ്റുമോ? ഇയാളെ ആരെയും ഇവിടെ പെണ്ണ് കാണാൻ വന്നിക്കുന്ന? ഞങ്ങളൊരു മിനിറ്റിലൊരു 10 വഴക്കുണ്ടാക്കും. അതങ്ങനെയാണ്. മറക്കാനാവാത്ത ഇൻസിഡന്റ് എന്ന് പറയുമ്പം ഇതിന് കിട്ടിയത് വളരെ നല്ലൊരു സുഖമുള്ള ഇൻസിഡന്റ് ആയിരുന്നു. ഞാനിങ്ങനെ ഇപ്പം അനിയത്തി കിട്ടും എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേൻ്റെ ഇതിന് കിട്ടി. എന്റെ തല പൊട്ടിയ അത് മറക്കാനാവാത്തൊരു ഇൻസിഡന്റ്. നല്ല നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഒരു കാര്യമില്ലല്ലേ പറയാൻ. ഞങ്ങൾ ഉത്രാടം ഒരു ഓണത്തിന് മുന്നേ അല്ലേ ഉത്രാടം? ഓണത്തിന്റെ അന്ന്. തിരുവോണത്തിന്റെ അന്നാണോ ഉത്രാടം? തിരുവോണത്തിന്റെ തലേ ദിവസമാണ് നീ വീണത്. ഉത്രാടത്തിന്റെ അന്നായിരുന്നു എന്തോ. ഓണം ആ ഒരു ടൈമാണ്. ഉത്രാടം എന്തോ ആണ് ദിവസം. അപ്പോൾ അന്ന് രാത്രി ഞാനും ഇവനും കൂടെ ഇങ്ങനെ ഓടിക്കളിച്ചു. ഓടിക്കളിച്ചല്ല, കട്ടിലിരുന്ന് പില്ലോ ഫൈറ്റ് ഇല്ല. ഞങ്ങൾ എന്തോ സംഭവം ഓടിക്കളിക്കുകയോ എന്തോ പില്ലോ ഫൈറ്റ് എന്തോ കളിക്കുമായിരുന്നു. ഞാനൊന്ന് കട്ടിലിന്റെ അടിയിൽ ഉണ്ടായിരുന്ന എന്തൊരു സാധനം എടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവനവിടെ ഇല്ല. ബെഡിലിരുന്ന് ഇവനില്ല. മിണ്ടരുത്, ഞാൻ പറയട്ടെ. എന്തോ കാര്യം തൂക്കി കയറി വെടിവെക്കരുത്. ഞാനിങ്ങനെ കട്ടിലിന്റെ അടിയിൽ നിന്ന് എന്തോ ഒരു സാധനം എടുത്തിട്ട് നേരെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേനും എൻ്റെ കൂടെ ഇരുന്ന ഒരു സാധനത്തിനെ കാണുന്നില്ല. ഈ സാധനം ആ സൈഡിൽ വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പം വീണിട്ട് തല വന്നിട്ട് കട്ടിലൊക്കെ ഇടിച്ച് അന്ന് രാത്രി ഇങ്ങനെ സ്റ്റിച്ചിടാനൊക്കെ കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ ഇട്ട് വലിയൊരു കെട്ടൊക്കെ ആയിട്ടാണ് കിടന്നി കയ്യിലിരിപ്പുണ്ടല്ലേ. ഞാൻ എന്ത് ചെയ്തു? എന്നിട്ട് ആ ഓണത്തിന് ഇങ്ങനെ തലയിൽ കെട്ടൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു ഓണാഘോഷം. അല്ലേലും സ്കൂളിൽ പോകത്തില്ല, പിന്നെ നിനക്ക് തലയിൽ കെട്ടുള്ളപ്പോ. ഫേവറേറ്റ് പ്ലേസ്? ജപ്പാൻ, പാരീസ്. പിന്നെ എനിക്ക് എന്റെ വീട്ടിൽ ഇരിക്കാനാണ് ഇഷ്ടം. എവിടെ പോയാലും ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു മനസ്സമാധാനം ഉണ്ടല്ലോ. ഇനി ഷാനി ഷിബു, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. ഞാൻ ആ ക്വസ്റ്റ്യൻസ് നോക്കി പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എനിമി ആരാ നിന്റെ എനിമി ഉണ്ടോ? എനിമീസ് ഒന്നുമില്ല. ഞങ്ങൾ അങ്ങനെയൊന്നും മൈൻഡിൽ വെക്കുന്ന ആൾക്കാരൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞു തീർക്കുക. പിന്നീട് അതിങ്ങനെ ആലോചിച്ച് വീണ്ടും അതിനെ ഇങ്ങനെ വലുതാക്കി കഷ്ടപ്പെടുന്ന പതിവൊന്നും ഞങ്ങൾക്കില്ല. മിക്കവാറും ഞാൻ ഇതിൻ്റെ അടുത്ത് തോട്ടിലെറിയും. മേഡം എവിടെ പോകുന്നടാ ഇതൊക്കെ. എനിക്ക് ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ അവിടെ അടി ഉണ്ടാവും. പറ, ഫുട്ബോൾ പ്ലെയർ ഫേവറേറ്റ് ആണെന്ന് പറ. CR7. ഞാൻ മെസ്സി ഫാനാണ്. ഞങ്ങളിവിടെ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്ന ഒരു സംഭവം ഇതിൻ്റെ പേരിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് മെസ്സിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ റൊണാൾഡോവിൻ്റെ ഒരു രീതിയിൽ ഞാൻ കുറ്റം പറയാറില്ല. ഞാൻ കളിക്കുന്ന കൊള്ളത്തില്ലെന്ന് പറയാറില്ല. മിണ്ടരുത്, ഞാൻ പറയാറില്ല. ഞാൻ കളിക്കുന്ന കൊള്ളത്തില്ലെന്ന് പറയാറില്ല. ഞാൻ കുറ്റം പറയാറില്ല. മിണ്ടായിരിക്കേ.
ഞാൻ ഒരു രീതിക്കും ഒരു ആളിനെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാറില്ല. പക്ഷേ ഇവൻ നേരെ തിരിച്ചാ. ഇവനിങ്ങനെ ഇരുന്നിട്ട് ഷോർട്സിൽ വരുന്ന വീഡിയോസ്, ഇവൻ്റെ ഷോർട്സിൽ വരുന്ന വീഡിയോസ് കാണണം, ഷോർട്സിലുള്ള വീഡിയോസ് കാണണം. ഈ മെസ്സിനെ കുറ്റം പറഞ്ഞിട്ട് ആളിനെ പേഴ്സണലി അറ്റാക്ക് ചെയ്തിട്ട്. ഉണ്ട് ഒരാളെ മെസ്സിനെ കുറ്റം പറഞ്ഞിട്ടല്ല, റൊണാൾഡോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരാളെ പൊക്കി പറയാൻ വേണ്ടിട്ട് വേറൊരാളെ താഴ്ത്തുന്നതിലുണ്ട്. എനിക്ക് ഒരു താല്പര്യമില്ല. രണ്ടുപേരും നല്ല പ്ലെയേഴ്സാണ്. അപ്പൊ രണ്ടുപേരെയും നമ്മൾ ഒരുപോലെ ഇഷ്ടപ്പെടണം. അതാണ്. ഒരു ഫേവറേറ്റ് പ്ലെയർ ഒക്കെ ഉണ്ടാവാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ വേറൊരാളെ ഇന്ന് നോയിക്കോ, ഇതിനെ ഒരാളെ നല്ലതൊന്ന് കാണിക്കാൻ വേണ്ടിട്ട് വേറൊരാളെ നമ്മളിങ്ങനെ ഇതാണോ വായിച്ചേ? പഞ്ചവർണ്ണ തത്തല്ലേ, 10 വയ്ക്കും 6 വയ്ക്കാറ് ആൾക്ക് ഞാൻ അപ്പോൾ ആള് പറഞ്ഞിട്ടുണ്ട് ഇത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഏറെക്കുറെയൊക്കെ ഓൾറെഡി ആൻസർ ചെയ്തതാണ്. ഇത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഞാൻ പുതിയ സബ്സ്ക്രൈബർ ആണ്, ഒരു ഹായ് പറയാമോ? ഇനി എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇവൻ കമ്മിറ്റഡ് ആണോ, അല്ലെങ്കിൽ അങ്ങനെ എന്താ കെട്ടിച്ചു കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അത് പക്ഷേ കുഞ്ഞു പിള്ളേരായിരുന്നു. എനിക്ക് ആ കമൻസ് കാണുമ്പോഴത്തേനും തന്നെ അറിയാം. ഞാനിനി വീഡിയോയിലെ കമൻസ്, ഇയാള് പിന്നെ വലിയ ആളാണല്ലോ, ഞാനിനി വീഡിയോയിൽ ചിലപ്പോൾ കമൻസ് കാണിക്കുമ്പോൾ പിള്ളേരെ വീട്ടുകാർ അറിയേണ്ട കാര്യം ഇടുന്നതാണെങ്കിൽ അത് അടുത്ത പണി കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോയിലെ കമൻസ് കാണിക്കുന്നില്ല. അപ്പൊ നിനക്കിനി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുകിൽ നീ എന്നെ നോക്കുക, ഇല്ലെങ്കിൽ നീ ക്യാമറയിൽ നോക്കുക. ക്യാമറ നോക്കിയാണെങ്കിൽ അവന് ഒടുക്കത്തെന്നാണ്. നീ എന്നെ നോക്കണം, നീ ക്യാമറ നോക്കിയാൽ മതി. അവിടെ നോക്കിയിരുന്ന് സംസാരിക്കണം. ഇനി എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല ഗായ്സ്. കൈയൊക്കെ വളഞ്ഞു. അപ്പോഴേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അതാ നല്ലത്. ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ എന്തിനു മിക്കാറും എന്തെങ്കിലും ചെയ്യും. അപ്പൊ നമുക്ക് ടാറ്റ ബൈ ബൈ പറയാം. നമുക്ക് ഇനി അടുത്ത ഷോർട്ട് വീഡിയോ ആയിട്ട് കാണാം, അതായിരിക്കും നല്ലത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ പറയാം. പിന്നെ എന്തിനു കൊണ്ടിരുത്തിയോ ക്യാമറ പൊത്ത്? എനിക്കൊരു കാര്യം പറയാം, സബ്സ്ക്രൈബ്. ഞാനേ പോട്ടെ.